അപ്പോൾ നമ്മൾ താരനൊക്കെ പോകാനും മുടിയുടെ നല്ല വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള എണ്ണയാണ് നമ്മൾ കാച്ചിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിപ്പൂവിന്റെ ഇല, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെമ്പരത്തിപ്പൂ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, ഇല ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഒരു 3 തണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ, ഇലയുടെ വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഒട്ടും വെള്ളം പാടില്ല ഇലയിലെ. അപ്പൊ നല്ലതുപോലെ ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഈ എണ്ണ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് എന്തേരം എണ്ണ വേണോ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ, അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ഇലയും ചെമ്പരത്തിപ്പൂവും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ വേണം. അപ്പൊ നിങ്ങളിത് മിക്സിയിൽ ഇത് അരച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാ. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചരയ്ക്കല്ലേ, വെള്ളമൊന്നും ഇല്ലാതെ. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ചുമ്മാ കൈ കൊണ്ട് അരിഞ്ഞിട്ടാലും മതി. ഞാനിപ്പോ ഇത് അരച്ചിട്ടില്ല, കൈ കൊണ്ട് കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തത്. ഈ ഇലയും അങ്ങനെയാ ചെയ്തത്. അപ്പോൾ എന്നിട്ട് നമ്മള് എണ്ണ ചൂടായി കഴിയുമ്പോൾ, നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പൊ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം, എന്ന് വെച്ചാൽ കരിയാൻ പാടില്ല. അപ്പൊ ദേ നമ്മള് എണ്ണ തയ്യാറാക്കിയത് ദേണ്ട റെഡിയായിട്ടുണ്ട്. ഇതാ ഞാൻ തീയൊക്കെ ഓഫാക്കി നല്ലതുപോലെ എണ്ണ ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു കുപ്പിയിലേക്ക്, വെള്ളമില്ലാത്ത കുപ്പിയിലേക്ക് ഒഴിക്കണം. അപ്പൊ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വേണ്ട എണ്ണ റെഡിയായിട്ടുണ്ട്. ഞാനൊരു കണ്ടോ വെള്ളമൊന്നും ഇല്ലാത്ത ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ എണ്ണയൊന്നും ഉണ്ടാക്കി നോക്കുക. താരനും മുടിയൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് കണ്ടോ ഏറ്റവും നല്ലൊരു എണ്ണയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.